1-wicket win. So it's been one of those rare games. We've had 2 in 2 days. This is the second last ball. When this happened, missed a run out. The match would have been over at that stage. Would have been a super. ഒരു റൺ കൂട്ടിച്ചേർത്തതിന് പിന്നാലെ ആദ്യ വിക്കറ്റും വീണു. സിറാജ് എറിഞ്ഞ മൂന്നാം ബോളിൽ 0 റൺസിൽ ഓപ്പണർ കെയിൽ മെയേഴ്സ് മടങ്ങി. പിന്നാലെ എത്തിയ ദീപക് ഹൂഡയുമായി ചേർന്ന് ക്യാപ്റ്റൻ KL രാഹുൽ പതിയെ സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സിറാജിൻ്റെ തന്നെ മൂന്നാം ഓവറിൽ ദിനേഷ് കാർത്തിക് ക്യാച്ച് പിടിച്ച് 10 പന്തിൽ 9 റൺസുമായി ഹൂഡ മടങ്ങി. തൊട്ടു പിന്നാലെ 0-ൽ കൃണാൽ പാണ്ഡ്യ മടങ്ങിയതോടെ ലക്നൗ സ്കോർ ബോർഡ് 23-3 എന്ന നിലയിൽ പരുങ്ങി. 5-ാം വിക്കറ്റിൽ ക്രീസിലെത്തിയ മാർക്കസ് സ്റ്റോയിനിസിലൂടെയാണ് ലക്നൗ ജീവൻ തിരിച്ചുപിടിച്ചത്. ക്യാപ്റ്റൻ KL രാഹുലിനെ കാഴ്ചക്കാരനാക്കി 6റുകളും 4കളുമായി സ്റ്റോയിനസ് പോരാട്ടം ഏറ്റെടുത്തു. എന്നാൽ സ്കോർ 99-ൽ എത്തി നിൽക്കെ ഖാൻ ശർമ്മയുടെ പന്ത് ഷഹ്ബാസ് അഹമ്മദ് പിടിച്ച് സ്റ്റോയിനസ് 30 പന്തിൽ 65 റൺസുമായി പുറത്തായി. ഇതോടെ അവസാനിച്ചെന്ന് കരുതിയിടത്തു നിന്ന് കളിയുടെ നിയന്ത്രണം വിക്കറ്റ് കീപ്പർ നിക്കോളാസ് പൂരൻ ഏറ്റെടുത്തു. അതിനിടെ രാഹുലിനെ വളരെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് പിന്തുടർന്ന രാഹുലിനെ 20 പന്തിൽ 18 റൺസുമായി സിറാജ് പുറത്താക്കി. എന്നാൽ പിന്നീടെത്തിയ ആയുഷ് ബദോനിയെ കൂട്ടുപിടിച്ച് പൂരൻ ലക്നൌവിനെ 189 എന്ന നിലയിലേക്ക് എത്തിച്ചു. ഇരുവരും ചേർന്ന് 6-ാം വിക്കറ്റിൽ നേടിയത് 84 റൺസിൻ്റെ നിർണായക കൂട്ടുകെട്ടാണ്. 19 പന്തിൽ 7 സിക്സറിൻ്റെയും 4 ഫോറിൻ്റെയും അകമ്പടിയോടെ 62 റൺസാണ് പൂരൻ അടിച്ചെടുത്തത്. വിജയത്തിൻ്റെ പടിക്കൽ നിൽക്കെ 206 റൺസിൽ ബദോനി 24 പന്തിൽ 30 റൺസുമായി പുറത്തായി. അവസാന ഓവറുകളിൽ 3 വിക്കറ്റുകൾ തുടരെ വീണ് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മത്സരത്തിൽ അവസാന പന്തിൽ വിജയം ലക്നൌവിന് സ്വന്തം. വിരാട് കോഹ്ലിയുടെ സൂപ്പർ പവർ പ്ലേക്കാണ് ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷിയായത്. ആകെ അടിച്ച 4 സിക്സറുകളിൽ 3 പവർ പ്ലേയിലാണ്. കൂടാതെ 4 ഫോറും പറത്തി. 42 റൺസാണ് കോഹ്ലി പവർ പ്ലേയിൽ നേടിയത്. IPL കരിയറിൽ പവർ പ്ലേയിൽ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണിത്. 35 പന്തിലാണ് കോഹ്ലി അർദ്ധ സെഞ്ചുറി തികച്ചത്. 11.3 ഓവറിൽ അമിത് മിശ്ര എറിഞ്ഞ പന്ത് സ്റ്റോയിനിസ് പിടിച്ച് കോഹ്ലി പുറത്തായി. 44 പന്തിൽ 4 സിക്സറും 4 ഫോറുമായി 61 റൺസാണ് കോഹ്ലി നേടിയത്. പിന്നാലെ ക്രീസിലെത്തിയ ഗ്ലെൻ മാക്സ്വെൽ കോഹ്ലിയെ പിന്തുടർന്നതോടെ സ്കോറിങ്ങിൻ്റെ വേഗവും കൂടി. മാറി മാറി വന്ന ബോളർമാരെ തുടരെ അതിർത്തി പായിച്ച് ഡുപ്ലസിയും മാക്സ്വെലും കളം നിറഞ്ഞു. മത്സരത്തിനിടെ ഡുപ്ലസിസ് 115 മീറ്ററിൻ്റെ പടുകൂറ്റൻ സിക്സർ നേടി. അതുപോലെ നിക്കോളാസ് പൂരൻ ഈ IPLലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി 15 ബോളിൽ 50 റൺസ് തികച്ചു. ബാംഗ്ലൂരിൻ്റെ ഇന്നിങ്സിൽ അവസാന ഓവറിൽ 1 പന്ത് ബാക്കി നിൽക്കെ മാക്സ്വെൽ 29 പന്തിൽ 59 റൺസുമായി പുറത്തായി. ബാംഗ്ലൂർ 211 എന്ന മികച്ച നിലയിലെത്തിയിരുന്നു. മാർക്ക് വുഡാണ് മാക്സ്വെലിനെ പുറത്താക്കിയത്. മാക്സ്വെലിന് പിന്നാലെ ക്രീസിലെത്തിയ ദിനേഷ് കാർത്തിക് ശേഷിച്ച 1 പന്തിൽ 1 റൺ കൂട്ടിച്ചേർത്തു. പുറത്താകാതെ 79 റൺസ് എടുത്ത് ഡുപ്ലസി ബാംഗ്ലൂരിൻ്റെ ടോപ്പ് സ്കോററായി. 46 പന്തിൽ 5 സിക്സറും 5 ഫോറും അടങ്ങുന്നതായിരുന്നു ഡുപ്ലസിയുടെ ഇന്നിങ്സ്.